ഇത് കണ്ടോ, നല്ല ചൂട് ചൂട് കുമ്പിളപ്പം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചക്കപ്പഴം വാങ്ങിച്ചായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ജൂവൽ എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതുപോലെ ഹോൾ ചക്കപ്പഴമൊക്കെ ഇവിടെ കിട്ടാൻ തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല കേട്ടോ. ഒരു 2-3 വർഷമായിട്ടേ ഉള്ളൂ. അതിന് മുമ്പൊക്കെ നമ്മൾ ക്യാനിനകത്താണ് ഇത് നമ്മൾ ചക്കപ്പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുരുവൊക്കെ മാറ്റി ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അരച്ചിട്ടാണ് ഇത് കുമ്പിളപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മളിത് ആവി കയറ്റിയിട്ട് അരച്ചാലും നല്ലതാണ്. പക്ഷേ ഇത് ഞാൻ ഇന്ന് ആവി കയറ്റിയില്ല, ജസ്റ്റ് ആ പച്ചയായിട്ട് ലൈക്ക് നമ്മൾ റോ ആയിട്ട് തന്നെയാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തിടാൻ കുറച്ച് ഏലക്ക, പിന്നെ നമ്മൾ ഒരു കറുവാപ്പട്ട ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ടുണ്ട്, പിന്നെ ജീരകം. അത് കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് പൊടിഞ്ഞു വരുമല്ലോ. അങ്ങനെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, പിന്നെ ശർക്കര. മധുരം ഉണ്ട്, എന്നാലും കുറച്ചുകൂടെ ഒരു മധുരം വരാൻ വേണ്ടി ശർക്കരയുടെ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അരിപ്പൊടിയും നമ്മുടെ പുട്ടുപൊടിയും ഉണ്ട്, 2 പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ പിടിയപ്പം ഉണ്ടല്ലോ അതിൻ്റെ പൊടിയാണ് ഞാൻ സാധാരണ അരിപ്പൊടി എന്ന് പറഞ്ഞത്, മറ്റേത് പുട്ടുപൊടി. ഇത് രണ്ടും ഓരോ കപ്പ് ഇതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ നമ്മൾ വാഴയിലക്കകത്താണ് ഉപയോഗിക്കുന്നത്. ഇടനേലയാണ് നമ്മൾ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്, പക്ഷേ ഇവിടെ അത് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഒരു ചെറിയ കറുവാപ്പട്ടയുടെ കഷ്ണമില്ലേ അത് പൊടിച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് 1/2 മണിക്കൂറോളം ഇത് നമ്മൾ ആവി കയറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പം നാളെയൊക്കെ ആകുമ്പോഴത്തേന് പ്രത്യേകിച്ചും നല്ല ടേസ്റ്റ് ആകും. അപ്പം കുറച്ചുകൂടെ ഉറയ്ക്കും അത്. നമ്മളിതൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് തന്നെയാണ്.